ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് മലബാർ ക്യാൻസർ സെൻ്ററിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റൈഫൻട്രി ട്രെയിനി ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് പോസ്റ്റ് എന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സായിട്ടാണ്. അത് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc നേഴ്സിംഗ് ഓർ GNM ഓർ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓൺകോളജി കൗൺസിൽ. നിങ്ങൾക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ഏജ് ലിമിറ്റ് പറയുന്നത് 30 വയസ്സ് വരെ, അതായത് 30 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. 30 വയസ്സിന് താഴെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ വേക്കൻസി എന്ന് പറയുന്നത് 10 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത് റെസിഡൻറ്റ് സ്റ്റാഫ് നേഴ്സ്. സാലറി എന്ന് പറയുന്നത് 20,000 ആണ് സാലറി കിട്ടുന്നത് പെർ മന്ത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് റെസിഡൻറ്റ് ഫാർമസിസ്റ്റ് ആണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് DPharm ഓർ BPharm ആണ്. അതായത് ഏജ് ലിമിറ്റ് പറയുന്നത് 30 വയസ്സിന് താഴെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സാലറി എന്ന് പറയുന്നത് 15,000 ഡിപ്ലോമ ഹോൾഡേഴ്സിനും അതുപോലെ 17,000 ഗ്രാജുവേറ്റ് ഹോൾഡേഴ്സിനുമാണ്. നെക്സ്റ്റ് വിളിച്ചിരിക്കുന്നത് പേഷ്യൻ്റ് കെയർ അസിസ്റ്റൻ്റ് ആണ്. അതിന് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ് യോഗ്യത. 30 വയസ്സിന് താഴെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേക്കൻസി എന്ന് പറയുന്നത് 5 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് 10,000 ആണ് പെർ മന്ത് കിട്ടുന്നത്. ഇനി ജനറൽ ഇൻസ്ട്രക്ഷൻസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള വേക്കൻസി എന്ന് പറയുന്നത് വേക്കൻസി കൂടാനും സാധ്യതയുണ്ടെന്ന് ഇവരിവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റൈഫൻട്രി ട്രെയിനി എന്ന് പറയുന്നത് 1 ഇയറിലേക്കാണ് ആദ്യമായിട്ട് ഇനിഷ്യലി വിളിക്കുന്നത്. പിന്നീട് ഇത് നിങ്ങൾക്ക് 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും എന്ന് പറയുന്നുണ്ട്. പിന്നെ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇൻ്റർവ്യൂ, അത് റിട്ടേൺ ടെസ്റ്റും കാണും, ചിലപ്പോൾ ഇൻ്റർവ്യൂയും കാണും. അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മാത്രമേ കാണത്തുള്ളൂ. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് കാൻഡിഡേറ്റിൻ്റെ എണ്ണത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതെന്ന് പറയുന്നത് ടെമ്പററി ആണ്, അതായത് കോൺട്രാക്ട് ബേസിസിലാണെന്ന് പറഞ്ഞു. ഇത് എവിടെയാണെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് മലബാർ ക്യാൻസർ സെൻ്ററിലാണെന്ന് പറയുന്നു. അതുപോലെ ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതൊരു www.mcc.kerala.gov.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 15 ഏപ്രിൽ 2025 12 PM വരെയാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പം മറക്കില്ല, ഒരു ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതെല്ലാം അപ്ലൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ എന്ന് പറയുന്നത് 30 KB ആയിരിക്കണം മാക്സിമം ഇമേജ് സൈസ്. അതേപോലെ തന്നെ ഇമേജ് ഡയമെൻഷൻ പറയുന്നത് 150 വിഡ്ത്തും 200 ഹൈറ്റും വെച്ച് JPG ഫോർമാറ്റിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. ഇനി ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ജനറൽ കാൻഡിഡേറ്റിന് 200 രൂപയും അതുപോലെ SC/ST കാറ്റഗറിക്ക് 100 രൂപയാണെന്ന് പറയുന്നു. ഇതുപോലെ തന്നെ SC/ST കാറ്റഗറി കാൻഡിഡേറ്റ് കേരളത്തിലുള്ളവർക്ക് മാത്രമേ ഈ കൺസിഡറേഷൻ ഉള്ളൂ. അതർ സ്റ്റേറ്റിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവർക്കൊന്നും ഈ ഏജ് റിലാക്സേഷനോ അല്ലെങ്കിൽ ഏജ് ഫീയുടെ എക്സെപ്ഷൻസോ ഒന്നും കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുന്നത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സെൽഫ് അസിസ്റ്റ് കോപ്പി ആയിട്ട് ഇൻ്റർവ്യൂ ടൈമിൽ കൊണ്ടു ചെല്ലണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ അതുപോലെ ടെസ്റ്റും എല്ലാം നിങ്ങൾ ഇൻഫോം ചെയ്യുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ മെയിൽ വഴി ആയിരിക്കും, അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന 1/1/2025 ബേസ് ചെയ്തിട്ടാണ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് ഡിപ്പെൻഡ് ഓൺ ദ കാൻഡിഡേറ്റിൻ്റെ എണ്ണത്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ പിന്നീട് ഇവിടെ തെറ്റിദ്ധരുത്താനുള്ള ഓപ്ഷൻസ് ഒന്നും തരുന്നില്ല എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ക്ലിയറായിട്ട് കെയർഫുള്ളായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പം മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് ഒരു ട്രെയിനി ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. 1 ഇയർ അപ് ടു മാക്സിമം പീരീഡ് എന്ന് പറഞ്ഞാൽ 3 വർഷം വരെ നിങ്ങൾക്ക് ട്രെയിനായിട്ട് അവിടെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.